മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾ ഡൽഹിയിലെ മഠത്തിലെത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് നന്ദി പറഞ്ഞു. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് കഴിഞ്ഞ മാസം 25-നാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്നു മുതൽ ദുർഗിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് 9-ാം നാൾ ജാമ്യം കിട്ടി. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ള സിസ്റ്റർമാർ 3 പെൺകുട്ടികളെയും കൊണ്ട് ആഗ്രയിലേക്ക് പോകാൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മനുഷ്യക്കടത്താണെന്നാരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ വളഞ്ഞത്. 2 ആൾജാമ്യത്തിലും 50,000 രൂപയുടെ ബോണ്ടിലുമാണ് ജാമ്യം. പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ഇവർക്കൊപ്പം പിടിയിലായ ആദിവാസി യുവാവ് സുഗ്മാൻ മണ്ഡാവിക്കും बिलासपुर प्रत्येक NIA कोടതി जामिन നൽകി. नहीं, अभी उनको 50,000 रुपए की 2 सिक्योरिटी के आधार पर उनको जमानत रिलीज की गई है. जमानत का ऑर्डर पास किया गया है. उनको कंडीशनल जो है जमानत का ऑर्डर. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ കേരളത്തിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. ക്രിസ്തീയ സഭകൾ ഒന്നിച്ച് തെരുവിലിറങ്ങി. രാഷ്ട്രീയ വാക്പോരിനും അറസ്റ്റ് കാരണമായി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കണ്ട് വിഷയത്തിൽ സഹായം തേടിയിരുന്നു. ജാമ്യത്തിന് ഡൽഹിയിൽ നിന്നടക്കം വലിയ പിന്തുണ കിട്ടിയെന്നും എല്ലാവർക്കും നന്ദിയെന്നും കത്തോലിക്ക സഭ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. അത് ഞാൻ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരോടും മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞാൻ CBCI ഓഫീസുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ ജയ്പൂരുള്ള മലയാളികളായിട്ടുള്ളവരോട് പ്രത്യേകിച്ച് ചോദിച്ചു. അവരെല്ലാവരും സഹകരണമുണ്ട്. പിന്നെ ഞാൻ രാഷ്ട്രീയക്കാരെ ഈ രാഷ്ട്രീയമായിട്ടുള്ളൊരു ചിന്ത അല്ലെങ്കിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി. ജാമ്യത്തെ അനുകൂലിച്ചില്ലെങ്കിലും കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ വേണ്ടെന്ന നിലപാടാണ് ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്. PS വിനയ, ദൂരദർശൻ ന്യൂസ്.